മണ്ഡലം അവഗണിക്കപ്പെട്ടിട്ടില്ലെന്നും ഇടതുപക്ഷത്തിന്റേത് തെറ്റായ പ്രചാരണമാണെന്നും മന്ത്രി അനൂപ് ജേക്കബ്. റോഡ് വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഇത്തവണ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിൽ പിറവം നിയോജക മണ്ഡലത്തെ അവഗണിച്ചുവെന്ന പ്രചാരണം തെറ്റാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. യാതൊരു അവഗണനയും നിയോജക മണ്ഡലത്തിന് ഉണ്ടായിട്ടില്ലെന്നും കളമ്പൂർക്കാവ് കോട്ടപ്പുറം റോഡിന് 2.5 കോടിയാണ് കഴിഞ്ഞ ബജറ്റ് അനുവദിച്ചതെങ്കിൽ ഇത്തവണ 7.5 കോടിയായി വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ബജറ്റിൽ ഇല്ലാതിരുന്ന രാമമംഗലം ഗവൺമെന്റ് സ്കൂളിന് മുൻവശം റോഡ് വീതി കൂട്ടലിന് 6 കോടി രൂപയാണ് അനുവദിച്ചത്. കൊച്ചുവള്ളി കൊള്ളിക്കൽ റോഡ്, കാവുംകട, മാമലശ്ശേരി, മംഗലത്തുപടി റോഡുകൾക്കുള്ള ഫണ്ട് നിലനിർത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ 2 റോഡുകൾക്കായി ഇത്തവണ അധിക ഫണ്ട് ലഭിച്ചുവെന്നും എക്സൈസ് കടവുപാലം, കൂത്താട്ടുകുളം, റിംഗ് റോഡ് എന്നിവയ്ക്ക് പ്രത്യേക അനുമതിയോടെ ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണത്തെ എല്ലാ ടോക്കൺ ഗ്രാന്റുകളും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നുവെന്നും ചിത്രപ്പുഴ മാമല റോഡും സീപോർട്ട് എയർപോർട്ട് റോഡും ഇതിൽ ഉൾപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. മുളന്തുരുത്തി റവന്യൂ ടവർ ഫണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. MPI ഹിൽ പാലസ് ഫണ്ടുകളും നിലനിർത്തിയിട്ടുണ്ടെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇലഞ്ഞിയിലെ പഴം പച്ചക്കറി സംസ്കരണശാലയ്ക്ക് ബജറ്റിൽ പ്രത്യേക വിഹിതം ആവശ്യമില്ലെന്നും ഭക്ഷ്യവകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുനരുദ്ധാരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുപക്ഷത്തിന്റെ സമരപരിപാടികൾ നിർഭാഗ്യകരമാണ്. രാഷ്ട്രീയത്തിന് അതീതമായ ഒത്തൊരുമയാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടതെന്നും അതിനു പകരം 1 മാസം പോലും തികയും മുമ്പുള്ള സമരങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പിറവം നിയോജകമണ്ഡലത്തെ അവഗണിച്ചു എന്ന നിലയിലുള്ള പ്രചാരണം അവാസ്തവമാണ്. വാസ്തവവിരുദ്ധമായ പ്രചാരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള അവഗണനയും നിയോജകമണ്ഡലത്തിന് ഉണ്ടായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കളമ്പൂർക്കാവ് കോട്ടപ്പുറം റോഡിന്, മുള്ളൂർപ്പടി കളമ്പൂർക്കാവ് കോട്ടപ്പുറം റോഡിന് 2.5 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചതെങ്കിൽ ഇപ്രാവശ്യം അത് 7.5 കോടിയായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടാവാതിരുന്ന രാമമംഗലം ഗവൺമെന്റ് സ്കൂളിന്റെ മുൻവശം, അതായത് ആശുപത്രി കവലയിലേക്കുള്ള റോഡ് വീതി കൂട്ടാൻ 6 കോടി രൂപ അധികം അനുവദിച്ചു. അതായത് 2 വർക്കുകൾ എക്സ്ട്രാ നമുക്ക് പൊതുമരാമത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിലവിലുണ്ടായിരുന്ന കൊള്ളിക്കൽ റോഡ്, ഒപ്പം തന്നെ നമ്മുടെ കാവുംകട, മാമലശ്ശേരി, മംഗലത്തുപടി റോഡ് തുടങ്ങിയ റോഡുകൾക്കുള്ള ഫണ്ട് അവിടെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ നിലവിലുള്ള റോഡുകൾ നിലനിർത്തി എന്നുള്ളത് മാത്രമല്ല, 2 റോഡുകൾക്ക് അധിക ഫണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ നിയോജകമണ്ഡലത്തെ അവഗണിച്ചു എന്ന് പറയാൻ കഴിയുന്നത്? അവർ പറയുന്നത് എക്സൈസ് കടവ് പാലത്തിന് ഫണ്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എക്സൈസ് കടവ് പാലത്തിന്റെ ഫണ്ട് അവിടെ തന്നെ ഉണ്ട്. എക്സൈസ് കടവ് പാലത്തിന്റെ ഇത്തവണ പ്രത്യേക ഭരണാനുമതി അതിന് ലഭ്യമാക്കി ആ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് MLA എന്ന നിലയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ആരോപണം ടോക്കൺ പ്രൊവിഷൻ വെച്ചിരുന്ന എല്ലാം ഒഴിവാക്കിയെന്നാണ്. കഴിഞ്ഞ ടോക്കൺ പ്രൊവിഷൻസ് ഒന്നും തന്നെ ഒഴിവാക്കിയില്ല. എല്ലാ ടോക്കൺ പ്രൊവിഷൻസും അതുപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിലും കൃത്യമായ നിലയിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും ഒഴിവാക്കിയില്ല. ചിത്രപ്പുഴ മാമല റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഒക്കെ ഒഴിവാക്കി എന്ന നിലയിലാണ് പറയുന്നത്. അതൊന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ MBIയുടെ പൈസ മാറ്റിയെന്ന്, MBIക്കും പൈസ മാറ്റിയിട്ടില്ല, MVIPയുടെ പൈസയും മാറ്റിയിട്ടില്ല, ഹിൽ പാലസിന്റെ പൈസയും മാറ്റിയിട്ടില്ല. അതെല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ MVIPക്ക് പുറമെ പെരിയാർ വാലിക്ക് 5 കോടി രൂപ ഇത്തവണ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിച്ചിട്ടുമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനകത്ത് എന്റെ പ്രസ് റിലീസിൽ ഞാൻ നൽകിയത് മരാമത്ത് റോഡുകളിലെ നിർമ്മാണ പ്രവർത്തനത്തിന് 20.5 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. MVIPയും MPയും പെരിയാർ വാലിയും ഹിൽ പാലസും അടക്കം വിവിധ പ്രൊജക്ടുകൾക്ക് മറ്റു രീതിയിലുള്ള തുകകൾ അവിടെ തന്നെ നിലവിലുണ്ട്. അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നീട് നമുക്ക് പഴം പച്ചക്കറി സംസ്കരണശാലയെ സംബന്ധിച്ചാണ് അത് ബഡ്ജറ്റിൽ പ്രത്യേക വിഹിതം ലഭ്യമാക്കേണ്ട ആവശ്യമില്ല. അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് അതിന്റെ നവീകരണം, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് അടുത്ത ദിവസം തന്നെ കൂടുതൽ സപ്ലൈകോ MDക്ക് അതിന്റെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമ്മുടെ സപ്ലൈകോ സബർബൻ മാള് ഇപ്പോഴത്തെ നിലവിലുള്ള സൂപ്പർ മാർക്കറ്റ് സിഗ്നേച്ചർ മാർട്ടായിട്ട് ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് ബഡ്ജറ്റിൽ അവഗണനയാണ് എന്ന നിലയിലുള്ള വാസ്തവവിരുദ്ധമായ പ്രചാരണം നൽകിക്കൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷം പലതരത്തിലുള്ള പ്രസ് റിലീസുകളും സമരപരിപാടികളും ഈ പറയുന്ന വിശദീകരണ യോഗങ്ങളും ഒക്കെ നടത്തുന്നത്. അതെല്ലാം നിർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ്. വാസ്തവം മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളതാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വിലപ്പോകുന്ന ഒന്നല്ല. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നാട്ടിൽ നടക്കുന്ന സംബന്ധിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ വർക്കുകളും
ഇപ്പോൾ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വർക്കുകളും ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമുക്ക് ആരംഭം കുറിക്കാൻ കഴിയും. ഇതിൽ 2 വർക്കുകൾ പ്രധാനമായിട്ടും പിറവം ടൗണിൽ തന്നെയാണ്. മുള്ളൂർപ്പടി കോട്ടപ്പുറവും ഈ പറയുന്ന കൊച്ചുപള്ളി നമ്മുടെ പുള്ളിക്കൽ റോഡും ഇതെല്ലാം പിറവം ടൗൺ കേന്ദ്രീകരിച്ചാണ്. ഒപ്പം തന്നെ പുതിയ റോഡുകൾ സെൻട്രൽ റോഡ് ഫണ്ടിലും നബാർഡിലും ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നവീകരണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ നിലയിൽ കൊണ്ടുവരും. പിന്നെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണ്? 1 മാസമായതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഓരോന്നായിട്ട് ചെയ്യും. കാരണം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് അക്കാര്യത്തിൽ. പിന്നെ ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായങ്ങൾ വേണം, വിമർശനങ്ങളൊക്കെ വേണം. അതൊന്നും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. നല്ല ക്രിയാത്മകമായ വിമർശനങ്ങളെ ഞാൻ എന്നും സ്വാഗതം ചെയ്യും. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഒത്തൊരുമയാണ് വികസന കാര്യങ്ങൾ വേണ്ടത്. അതിന് പകരം 1 മാസം പോലും ആവുന്നതിന് മുമ്പ് ഈ സമരങ്ങളായി ഇറങ്ങിത്തിരിക്കുന്നത് ശരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ജനങ്ങൾ പൂർണ്ണ ബോധവാന്മാരാണ്. എല്ലാ ന്യൂസ് ബ്യൂറോ പിറവം. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. പുതിയ ഗോൾഡ് ലോൺ സ്കീമുകൾ മുഖേന പ്രതിമാസം പലിശ തുക നൽകിയോ ലളിതമായ മാസത്തവണകളിലൂടെയോ തിരിച്ചടവ് അനായാസമാക്കുന്നു. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ.